കണ്ണു കാണാത്ത ഒരാളെ സ്നേഹിച്ച് ഇത്രയും കാലം കാത്തിരിക്കാൻ മാഡത്തിന് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞാൻ പറയുന്നത് സത്യമാണ്. നല്ല മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ നല്ല മനസ്സ് വരുന്ന സമയത്ത് വിശ്വസിക്കുക. ഹി വാസ് ബ്ലൈൻഡ്, ടോട്ടൽ ഡാർക്ക്നെസ്. ആ ഇരുട്ടിൽ ഈ മിന്നൽ പോലെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന പ്രകാശം, അതായിരുന്നു അവരുടെ സ്നേഹം. അത് മനസ്സിലാക്കിയതോടെ അവരോടുള്ള സകല ദേഷ്യവും ഇതാ ഈ മഴ പോലെ ഒലിച്ചുപോയി. അവർ പാവമാണ്. എനിക്ക് അവരോടിപ്പോൾ ഒരു പകയുമില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അനുഭവിക്കേണ്ടത് മുഴുവൻ ഞാൻ അനുഭവിച്ചു. അവർക്കതിൽ പശ്ചാത്താപമുണ്ടായാൽ അവരുടെ മനസ്സ് ശുദ്ധമാകും. സത്യം പറഞ്ഞാൽ എനിക്ക് ആ മഹേശ്വരനെ നേരിട്ടൊന്ന് കാണണമെന്നുണ്ട്. അല്ല ഫാദർ, ചോക്ലേറ്റ് പോലത്തെ ഒരു പെണ്ണിനെ കരയാൻ വിട്ടിട്ട് അയാൾ എങ്ങോട്ടായിരിക്കും പോയത്? അത് നമുക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അന്വേഷിച്ചാൽ പോരെ. മനോജിന്റെ മുഖത്ത് അടി കിട്ടിയതുകൊണ്ട് തൽക്കാലം റിഹേഴ്സൽ നിർത്തിവെച്ചിരിക്കുകയെന്നാ ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. റിഹേഴ്സൽ തുടങ്ങുന്നതിന് മുൻപ് ഫാദർ എഴുതിയ കഥയിൽ ഞാനൊരു മാറ്റം കൂടെ വരുത്തുകയാണ്. ഇന്നു മുതൽ നമ്മുടെ കഥയിലെ നായകനായ നിഖിൽ മഹേശ്വരന് കാഴ്ചയില്ല. അത്രത്തോളം വേണോ? നമുക്ക് നമ്മുടെ കഥ പറഞ്ഞാൽ പോരെ? പോരാ. നമ്മൾ പറയുന്നത് അലീനയുടെയും അവളുടെ കാമുകനായ നിഖിൽ മഹേശ്വരൻ്റെയും കഥയാണ്. അലീനയുടെ നിഖിൽ മഹേശ്വരന് കാഴ്ചയില്ല. ഏത് ശക്തിയാണ് എന്നെ ഇതെല്ലാം തോന്നിപ്പിക്കുന്നത് എന്നെനിക്കറിയില്ല. എന്നാലും ഇന്നു മുതൽ ഞാൻ ആ ശക്തിയെ അനുസരിക്കാൻ പോവുകയാണ്. ഇവിടെ ഉണ്ടാവുന്ന സ്നേഹ പറഞ്ഞു. എന്നോടുള്ള വെറുപ്പൊക്കെ മാറിയോ? അതോ ഇപ്പോഴും അതെല്ലാം മനസ്സിൽ തന്നെ ഉണ്ടോ? വെറുപ്പുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ബഹുമാനം തോന്നുന്നു. ഈ പണവും പ്രതാപവും കണ്ട് മറ്റുള്ളവർ തരുന്ന ബഹുമാനമല്ല, അതിനെല്ലാം അപ്പുറം ബഹുമാനിക്കപ്പെടേണ്ട എന്തോ ഒന്ന് നിങ്ങളിലുണ്ട്. എന്താണത്? എത്ര ഭംഗിയായാണ് നിങ്ങളൊരാളെ സ്നേഹിക്കുന്നത്, അതും ഇത്രയും വർഷമായി തിരിച്ചു വരാത്ത ഒരാളെ. ഞാനും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. തിരിച്ചു വരാത്ത ഒരാളെ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് എന്നോട് സ്തേവ അച്ഛൻ പറയാറുണ്ട്. കാത്തിരുന്നാൽ നഷ്ടപ്പെടുന്നത് എൻ്റെ ജീവിതമായിരിക്കാം. പക്ഷെ കാത്തിരുന്നില്ലെങ്കിൽ ഇല്ലാതാവുന്നത് മഹേശ്വരന് എന്നോടുള്ള സ്നേഹമാണ്. സ്നേഹം ഒരു വിശ്വാസമാണ്. എനിക്ക് മഹേശ്വരനും മഹേശ്വരന് ഞാനും ഉണ്ടെന്നുള്ള വിശ്വാസം. ആ വിശ്വാസം എന്നില്ലാതാവുന്നോ അന്ന് ഞങ്ങളും ഇല്ലാതാവും. ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെ എൻ്റെ പേര് കണ്ടുപിടിച്ചു? ഞാൻ പറഞ്ഞില്ലേ, മഹേശ്വരൻ്റെ ആ സംഗീതത്തിൽ നിങ്ങളുടെ പേരുണ്ട്. ഉണ്ട്. നിങ്ങളതെങ്ങനെ തിരിച്ചറിഞ്ഞു? അത് വെറും മ്യൂസിക് നൊട്ടേഷനുകളാണ്. ഒരു ഗാനത്തിലെ എ മൈനറും സി മേജറും നോക്കി അവിടുത്തെ വാക്കുകൾ തിരിച്ചറിയാൻ ഒരാൾക്കും സാധിക്കില്ല. സാധിക്കില്ലെന്ന് എനിക്കറിയാം. എഴുതി തന്നാൽ വായിക്കാൻ കഴിയുന്നതല്ല സംഗീതം, അത് പാടിത്തരണം. പാടുന്ന പാട്ടിൻ്റെ സ്വരസ്ഥാനങ്ങളും പദങ്ങളും പാടുന്നവൻ പറഞ്ഞു തരണം. എത്രയോ വർഷം ഞാനിവിടെ പഠിച്ചപ്പോഴും മാഡം ആഞ്ചലീന എന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്തപ്പോഴും നിങ്ങൾ യഥാർത്ഥ പേരെന്തായിരുന്നു എന്നെനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാനതെങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞു. എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞു. അത്ര എനിക്കറിയൂ.